ഒരു മാസക്കാലം റംദാൻ നോമ്പിലൂടെ നേടിയെടുത്ത ആത്മവിശുദ്ധിയും ആത്മസമർപ്പണത്തിനും ശേഷമുള്ള ചെറിയ പെരുന്നാളിൽ ഈദ്ഗാഹ് ഇക്കുറി ലഹരി പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും ഗസയുടെ സുരക്ഷയ്ക്കായി പൊരുതുന്ന പലസ്തീനികളോടുള്ള ഐക്യദാർഢ്യ സന്ദേശങ്ങളുടെയും പ്രകടനമായി. ചേന്നമംഗലൂർ ഉദയമംഗലം മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അൽ ഇസ്ലാഹ് ഇംഗ്ലീഷ് സ്കൂൾ അങ്കണത്തിൽ ഈദ്ഗാഹിന് വേദിയൊരുങ്ങി. മാധ്യമം മീഡിയ വൺ ഗ്രൂപ്പ് എഡിറ്റർ ഒ അബ്ദുറഹ്മാൻ പെരുന്നാൾ ഖുത്ബ നടത്തി. മയക്കുമരുന്ന് വിപത്തിനെ തടയിടാൻ ബലപ്രയോഗത്തിലൂടെ മാത്രമേ സാധിക്കൂവെങ്കിൽ അത് സ്വീകരിക്കാവുന്നതാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എല്ലാ അസൗകര്യങ്ങളും പദവികളെയും അല്ലായ്മകളെയും എല്ലാം അവഗണിച്ചുകൊണ്ട് പെരുന്നാളാഘോഷിക്കും. ഈ സന്ദർഭത്തിൽ എനിക്ക് ആദ്യമായും അവസാനമായും ചോദിക്കാനുള്ളത് നമ്മുടെ ഗസയിലെ ആ മുസ്ലിം സഹോദരന്മാരെ 3 വർഷത്തിനിടയിൽ നിത്യേന കൂട്ടക്കൊലകൾക്കിരയായിക്കൊണ്ടിരിക്കുന്ന അതികഠിനമായ ഒരുപക്ഷേ ചരിത്രത്തിൽ തന്നെ അപൂർവമായ ആ ആക്രമണങ്ങളിൽ കണ്ടുകൊണ്ട് അവർ പെരുന്നാളാണ് സോഷ്യൽ മീഡിയയിലൂടെ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. ഉദയമംഗലം മഹല്ല് പള്ളി ഇമാം സർവേഷ് ആലം നമസ്കാരത്തിന് നേതൃത്വം നൽകി. തുടർന്ന് നടന്ന ചടങ്ങിൽ ഖുർആൻ വിജ്ഞാന പരീക്ഷയിൽ ജേതാക്കളായവർക്ക് ക്യാഷ് അവാർഡുകളും ഒ അബ്ദുറഹ്മാൻ സമ്മാനിച്ചു. മുതിർന്നവരും യുവാക്കളും സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേരാണ് ഈദ്ഗാഹിലേക്ക് ഒഴുകിയെത്തിയത്. പരസ്പരം ആശ്ലേഷിച്ചും സൗഹൃദം പുതുക്കിയുമാണ് അൽ ഇസ്ലാഹ് ഈദ്ഗാഹിനോട് വിട പറഞ്ഞത്.